അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം നമുക്ക് വായിക്കാം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം വായിച്ച് നാം പലപ്പോഴും ആശ്വാസം പ്രാപിക്കാറുണ്ട്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം ഉത്തരം അരുളും. ദാനിയേൽ പ്രവചനം 2 അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിസന്ധിയിലായ ദാനിയേലും കൂട്ടുകാരും ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നവും അതിൻ്റെ അർത്ഥവും രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്ന രംഗമാണ് ദാനിയേൽ പ്രവചനം 2 അധ്യായം 46 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ദാനിയേൽ പ്രവചനം 2 അധ്യായം 47 വാക്യത്തിൽ ജാതീയ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, ദാനിയേലേ, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു എന്ന്. രാജാവ് കണ്ട ദർശനം എന്തായിരുന്നു എന്ന് ദാനിയേൽ പ്രവചനം 2 അധ്യായം 31 മുതൽ ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിപ്പമേറിയ ഒരു ബിംബം, ബിംബത്തിൻ്റെ തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, വയറ് അര താമ്രം, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും ആയിരുന്നു. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ലൊരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതാണ് സ്വപ്നം. ദാനിയേൽ പ്രവചനം 2 അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ അർത്ഥം ദാനിയേൽ പറയുവാൻ തുടങ്ങുകയാണ്. ദാനിയേൽ പ്രവചനം 2 അധ്യായം 36 വാക്യം മുതൽ താഴേക്കുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് തന്നെ, അതായത് ബാബേൽ സാമ്രാജ്യം. ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം വെള്ളി കൊണ്ടുള്ള ബിംബത്തിൻ്റെ ഭാഗം സൂചിപ്പിക്കുന്നത് മേദ്യ പേർഷ്യൻ സാമ്രാജ്യവും താമ്രം കൊണ്ടുള്ളതിനെ ഗ്രീക്ക് സാമ്രാജ്യത്തെയും സൂചിപ്പിക്കുന്നു. ബിംബത്തിൻ്റെ തുട ഇരുമ്പ് കൊണ്ടുള്ളതിനെ സൂചിപ്പിക്കുന്നത് റോമാ സാമ്രാജ്യം ആകുന്നു. ഇരുമ്പ് സകലത്തെയും തകർക്കുന്നുവല്ലോ. ഇരുമ്പ് പോലെ ശക്തമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. കാല് പാതി ഇരുമ്പും പാതി കളിമണ്ണും. ഇത് ഭിന്ന രാജ്യത്വം ആയിരിക്കും. പാതി ബലമുള്ളതും പാതി ബലം കുറഞ്ഞതുമായ ഭിന്ന രാജ്യത്വമായിരിക്കുമെന്ന് ദാനിയേൽ പ്രസ്താവിച്ചു. ഇത്രയും കാര്യങ്ങളിൽ സാമ്രാജ്യത്തിൻ്റെ പേര് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അറിയാം. ബാബേൽ സാമ്രാജ്യത്തിന് ശേഷം മേദ്യ പേർഷ്യ സാമ്രാജ്യവും, അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യവും, അതിനുശേഷം റോമ സാമ്രാജ്യവും നിലവിൽ വന്നു. അതിനുശേഷം വന്ന രാജ്യങ്ങൾ ദാനിയേൽ ദർശനം വിവരിച്ച പോലെ പാതി ബലമുള്ളതും പാതി ബലമില്ലാത്തതും തന്നെ ആയിരുന്നു. ശക്തന്മാരായ സാമ്രാജ്യ ശക്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചെറിയ രാജ്യങ്ങളെ വൻ സാമ്രാജ്യമാക്കിയവനാണ് നമ്മുടെ കർത്താവ്. സ്വപ്നവും അർത്ഥവും ദൈവം ദാനിയേലിനെ രാത്രി ദർശനത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേലിന് ബിംബത്തിൻ്റെ സ്വപ്നം കൊടുത്താൽ പോരായിരുന്നു. ദാനിയേലിന് സ്വപ്നം കൊടുത്താൽ സാധുക്കളുടെ ജ്ഞാനത്തെ തുച്ഛീകരിക്കുന്ന ജനം ദാനിയേലിനെ മാനിക്കുകയില്ല. എന്നാൽ ആ സ്വപ്നം രാജാവിന് കൊടുത്തു. എന്നിട്ട് ആ സ്വപ്നം പോലും രാജാവ് മറക്കുവാൻ ദൈവം ഇടവരുത്തി. എന്തുകൊണ്ട്? അതെ, അതീവ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവഭയത്തോടെ ജീവിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാൻ വേണ്ടി 3 വർഷക്കാലം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ദൈവം വെറുക്കുന്ന രാജാവിൻ്റെ വിഗ്രഹാർപ്പിതമായ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ച് തൻ്റെ ദാസനെ മാനിക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരുന്നു. രാജകൊട്ടാരത്തിൽ അതുവരെ ദാനിയേലിനെ രാജാവ് അന്വേഷിച്ചിരുന്നില്ല. അവനെ കൊട്ടാരത്തിൽ ജോലിക്കാരനാക്കിയെന്നത് സത്യമാണ്. എന്നാൽ അന്നും മന്ത്രവാദികളായിരുന്നു കൊട്ടാരത്തിലെ ഉപദേഷ്ടാക്കന്മാർ. അവർ പറയുന്നത് രാജാവ് ചെയ്യുമായിരുന്നുള്ളൂ. അവരുടെ മുമ്പിൽ ദാനിയേലും കൂട്ടുകാരും ഒന്നും ആയിരുന്നില്ല. എന്നാൽ രാജാവ് ദർശനം കാണുകയും ദൈവം അത് അവനെ കൊണ്ട് മറപ്പിക്കുകയും ചെയ്തപ്പോൾ പ്രശ്നക്കാരായ മന്ത്രവാദികളെ രാജാവ് വിളിപ്പിച്ചു.
അന്ന് വരെ രാജാവിനെ പറ്റിച്ചിരുന്ന മന്ത്രവാദികൾക്ക് ഈ പ്രാവശ്യം രാജാവിനെ പറ്റിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം രാജാവ് സ്വപ്നം ഓർത്തിരുന്നെങ്കിൽ മന്ത്രവാദികൾ എന്തെങ്കിലും പൊളിവാക്കും നുണയും പറഞ്ഞ അർത്ഥം ഇതാണെന്ന് സ്ഥാപിച്ച് തടി തപ്പുമായിരുന്നു. രാജാവിനെ പ്രസാദിപ്പിക്കുന്ന അർത്ഥം പറഞ്ഞാൽ രാജാവ് വളരെ സന്തോഷവാനായി ധാരാളം സമ്മാനം കൊടുക്കുമായിരുന്നു. എന്നാൽ ദൈവത്തെ ഭയമുള്ള ഒരാൾ കൊട്ടാരത്തിൽ കയറിയപ്പോൾ മന്ത്രവാദികളുടെ അഭ്യാസങ്ങളൊന്നും നടക്കാതായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, തോറ്റു എന്ന് പറഞ്ഞ് മടുത്തുപോയി എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഇരിക്കുകയാണോ? നമ്മെ ജയിപ്പിക്കുന്നവനായ ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ആ വിചാരകന്മാരും മന്ത്രവാദികളും വിചാരിച്ചാൽ നടക്കാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. അല്പം പ്രതിസന്ധിയാണെങ്കിലും ആരും അർഹിക്കുന്ന പ്രാധാന്യം നമുക്ക് തന്നില്ലെങ്കിലും പാപം ചെയ്ത് ഞാൻ എന്നെ തന്നെ അശുദ്ധൻ ആക്കുകയില്ല എന്ന ഒരു തീരുമാനം നാം എടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ തീരുമാനം നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കും. തന്നെയുമല്ല, ആ തീരുമാനം നമ്മുടെ നിത്യതയെ പോലും അനുഗ്രഹമാക്കി തീർക്കും. ദാനിയേൽ എടുത്തത് നല്ല തീരുമാനമായിരുന്നെങ്കിലും മന്ത്രവാദികൾക്ക് അർത്ഥം പറയുവാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയപ്പോൾ അവരെ കൊല്ലുവാൻ രാജാവ് തീരുമാനിച്ചു. അവരോടൊപ്പം ദാനിയേലിൻ്റെയും കൂട്ടുകാരെയും കൊല്ലുവാൻ അന്വേഷിച്ചു. ആ തീരുമാനം അറിഞ്ഞ ദാനിയേലും കൂട്ടുകാരും യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം അവർക്കറിയാമായിരുന്നതിനാൽ ആ കുഞ്ഞുങ്ങൾ കോരഹ് പുത്രന്മാർ തൻ്റെ പിതാവായ കോരഹിൻ്റെ ശിക്ഷയിൽ പെടാതെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചതുപോലെ ഓടി പ്രാർത്ഥന മുറിയിൽ കയറി. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്ന ഒരു ഇടമാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഭവനത്തിൽ ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു സ്ഥലം പ്രാർത്ഥനയ്ക്കായി വീട്ടിൽ ഒരുക്കി വയ്ക്കുക. നിശ്ചയമായും അതിൻ്റെ ഫലം സ്വന്തം കണ്ണുകൾ തന്നെ കണ്ട് സന്തോഷിക്കുവാൻ കർത്താവ് ഇടവരുത്തും. ദാനിയേലും കൂട്ടുകാരും പ്രാർത്ഥിച്ചു. ദൈവം അത് രാത്രി ദർശനത്തിൽ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പലപ്പോഴും നാം യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം വായിച്ച് ആശ്വാസം പ്രാപിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വാക്യം ദൈവാത്മാവ് യിരെമ്യാവിന് കൊടുത്ത സാഹചര്യം നാം മനസ്സിലാക്കണം. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നും യഹൂദ രാജാവായ സിദെക്കീയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവനുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അവൻ സിദെക്കീയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യമുണ്ടാവുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദെക്കീയാവ് അവനെ അരമനയുടെ കാവൽ പുരമുറ്റത്ത് അടച്ചിരുന്നു. യിരെമ്യാ പ്രവചനം 32 അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള വിവരണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യിരെമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ആണ് യിരെമ്യാ പ്രവചനം 33 അധ്യായം 3 വാക്യം യഹോവ യിരെമ്യാവിനെ കൊടുക്കുന്നത്. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. യിരെമ്യാവിനും നമുക്കും ഈ വാക്യം ഒരുപോലെ പ്രയോജനകരമാണ്. ദൈവം യിരെമ്യാവോട് പറയുകയാണ്, യിരെമ്യാവേ, ഞാൻ പറയുവാൻ പറഞ്ഞ കാര്യങ്ങൾ സിദെക്കീയാ രാജാവിൻ്റെ മുഖത്തു നോക്കി, യഹൂദ രാജാവായ സിദെക്കീയാ രാജാവിൻ്റെ മുഖത്തു നോക്കി നീ പറഞ്ഞു എന്ന കാരണത്താൽ അവൻ നിന്നെ ജയിലിൽ അടച്ചില്ലേ? നീ വിഷമിക്കേണ്ട, ഞാനാണ് നിന്നോട് കൽപ്പിച്ചത്. നീ ജയിലിലാണെങ്കിലും ഞാൻ നിന്നിൽ കൂടി അരുളി ചെയ്ത വചനം നീ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുമാറാക്കും. തന്നെയുമല്ല, ബാബേൽ ചക്രവർത്തി തകർത്തുകൊണ്ടിരിക്കുന്ന ജെറുസലേം മതിലുകളും നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ജെറുസലേമിൻ്റെ എല്ലാ ഇടിവുകളും നികത്തി വീണ്ടും ഞാൻ യഹൂദായുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. ഞാൻ ജനത്തിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കും എന്നാണ് കർത്താവ് യിരെമ്യാവിനെ വെളിപ്പെടുത്തിയത്. യിരെമ്യാ പ്രവചനം 33 അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്താണോ യിരെമ്യാവ് യഹൂദ രാജാവായ സിദെക്കീയാവിനോട് പ്രവചിച്ചത്, ദൈവം യിരെമ്യാവിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ സിദെക്കീയാവിനെ വരുത്തി. ബാബേൽ രാജാവ് റിബ്ലയിൽ വെച്ച് സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ അവൻ കാണെ കൊന്നുകളഞ്ഞു. യഹൂദ കുലീനന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. അവൻ സിദെക്കീയാവിൻ്റെ കണ്ണ് പൊട്ടിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനെ ചങ്ങലയിട്ട് ബന്ധിച്ചു. യിരെമ്യാ പ്രവചനം 39 അധ്യായം 6 7 വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. ദേശം മുഴുവൻ മഹാമ്ലേച്ഛത പ്രവർത്തിക്കുകയും
ജെറുസലേം ദേവാലയത്തിൽ സകലവിധ വിഗ്രഹങ്ങളും അശുദ്ധിയും സ്ഥാപിക്കുകയും ചെയ്ത കാലത്താണ് ദൈവം യിരെമ്യാവിനെ യഹൂദാ രാജാവിൻ്റെ അടുക്കലും ആലയത്തിലും ദൂതുവാഹകനാക്കി അയച്ചത്. ദൈവം യിരെമ്യാവിൽ കൂടി അത് അറിയിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പാപം ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തി യഹോവയിലേക്ക് തിരിയുവിൻ, അല്ലെങ്കിൽ ഞാൻ ബാബേൽ രാജാവിനെ നിങ്ങളുടെ നേരെ അയക്കും. ആ സമയത്ത് കള്ളപ്രവാചകന്മാർ പ്രവചിച്ചു, ബാബേൽ രാജാവ് ഇവിടെ വരികയില്ല, ഒരു അമ്പ് ഇവിടെ എയ്യുകയുമില്ല എന്ന്. എന്നാൽ കള്ളപ്രവാചകന്മാരെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. ബാബേൽ രാജാവ് വരികയും 2 പ്രാവശ്യമായി അനേകരെ കൊല്ലുകയും ആലയത്തിലെ പാത്രങ്ങൾ ചിലത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സിദെക്കീയാവിനോട് യഹോവ യിരെമ്യാവിൽ കൂടി അരുളപ്പാട് അറിയിച്ചു, നീ ബാബേൽ രാജാവിന് കീഴടങ്ങുകയാണെങ്കിൽ നീയും നിൻ്റെ മക്കളും ഭാര്യമാരും ജീവനോടിരിക്കും, യെരൂശലേം ദേവാലയം ചുട്ടുകളയുകയില്ല. പ്രവാചകനായ യിരെമ്യാവിൻ്റെ വാക്ക് സിദെക്കീയാവോ പ്രമാണികളോ കൂട്ടാക്കിയില്ല. ഒടുക്കം രാജാവും ജനങ്ങളും അടിമകളായി ബാബേലിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന അരുളപ്പാട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ്. നാം ഏത് വ്യക്തിയായാലും ദൈവത്തിന് വിഷയമല്ല. ദൈവം തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുക തന്നെ ചെയ്യും. യിരെമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യം തെറ്റായി വ്യാഖ്യാനിച്ച് നാം ചതിയിൽപ്പെടുവാൻ ഇടവരാതിരിക്കുവാൻ നമ്മിൽ ഏതെങ്കിലും പാപങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നോക്കി പാപത്തിന് അനുകൂലമായി നീന്താതെ പാപത്തെ എതിർത്ത് തോൽപ്പിച്ച് ഒരു ജയജീവിതം നയിക്കുവാൻ ദാനിയേലിനെ പോലെ യിരെമ്യാവിനെ പോലെ നമുക്ക് തീരുമാനമെടുക്കാം. അതിന് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് അവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം, നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം അവർക്ക് കൃപ കൊടുക്കണമേ. അങ്ങ് അവരെ വിടുവിക്കണമേ. സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.